ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട ഡിസ്കഷന്റെ 4ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയിട്ടായിരുന്നു. ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തന തത്വങ്ങളനുസരിച്ച് ഇവയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും. ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. സോ ഈ 4 തരത്തിലുള്ള ബാങ്കുകളെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളം ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ SBI കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI 1806 ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന പേരിൽ കൽക്കട്ടയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് SBI എന്ന് നമുക്കറിയാം. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI 1806 ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന പേരിൽ കൽക്കട്ടയിലാണ് ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നുമാണ് SBIയുടെ വേരുകൾ തുടങ്ങുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത് പിന്നീട് 1809 ബാങ്ക് ഓഫ് ബംഗാളായി മാറി. പിന്നീട് വന്ന ബാങ്കുകളായ ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് മദ്രാസും ബാങ്ക് ഓഫ് ബംഗാളുമായി ലയിച്ച് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊള്ളുകയാണ് ചെയ്തത്. ഇപ്പം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ SBI 1806 ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന പേരിൽ കൽക്കട്ടയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇതിൽ നിന്നുമാണ് SBIയുടെ വേരുകൾ തുടങ്ങുന്നത്. ഇത് പിന്നീട് 1809 ബാങ്ക് ഓഫ് ബംഗാളായി മാറി. പിന്നീട് വന്ന ബാങ്കുകളായ ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് മദ്രാസും ബാങ്ക് ഓഫ് ബംഗാളുമായി ലയിച്ച് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊള്ളുകയാണ് ചെയ്തത്. സോ 1955 ജൂലൈ 1 ഇമ്പീരിയൽ ബാങ്കിനെ ദേശസാൽക്കരിച്ച് SBI എന്ന് നാമകരണവും ചെയ്തു. എന്താണ്? 1955 ജൂലൈ 1 ഇമ്പീരിയൽ ബാങ്കിനെ ദേശസാൽക്കരിച്ച് SBI എന്ന് നാമകരണവും ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? SBIയുടെ പഴയ പേരേതാണ്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ എന്താണ്? SBIയുടെ പഴയ പേരേതാണ്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത്? 1921 ജനുവരി 27 എന്നാണ്. 1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊള്ളുന്നത്. ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് SBI എന്ന് നാമകരണം ചെയ്തതെന്നാണ്? അത് 1955 ജൂലൈ 1 എന്നാണ്. 1955 ജൂലൈ 1 ഓക്കെ. അതുപോലെ ശാഖകളുടെ എണ്ണത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനവും ഏറ്റവും പഴക്കം ചെന്ന ബാങ്കുകളിൽ ഒന്നുമാണ് എന്ത്? SBI എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. എന്താണ്? ശാഖകളുടെ എണ്ണത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനവും ഏറ്റവും പഴക്കം ചെന്ന ബാങ്കുകളിൽ ഒന്നുമാണ് എന്ത്? SBI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്പീരിയൽ ബാങ്കിനെ കാര്യം പറഞ്ഞു. ഇമ്പീരിയൽ ബാങ്കിന് ആ പേര് നൽകിയത് ആരാണ്? JM കെയ്ൻസ് ആണ്. ആരാണ്? JM കെയ്ൻസ് ആണ് ഇമ്പീരിയൽ ബാങ്കിന് ആ ഒരു പേര് നൽകിയത്. സോ ഇമ്പീരിയൽ ബാങ്കിന്റെ പുതിയ പേരെന്താണ്? SBI ആണ് അല്ലേ? അപ്പോൾ SBIയുടെ സ്ഥാപക ചെയർമാനായ മലയാളി ആരാണ്? അത് ഡോക്ടർ ജോൺ മത്തായി ആണ്. ആരാണ്? ഡോക്ടർ ജോൺ മത്തായി ആണ് SBIയുടെ സ്ഥാപക ചെയർമാനായ മലയാളി എന്ന് പറയുന്നത്. അതുപോലെ SBIയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആരാണ്? അത് അരുന്ധതി ഭട്ടാചാര്യാണ്. ആരാണ്? അരുന്ധതി ഭട്ടാചാര്യാണ് SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ. ഇപ്പം എന്തൊക്കെയാണ്? SBIയുടെ സ്ഥാപക ചെയർമാനായ മലയാളി ഡോക്ടർ ജോൺ മത്തായും SBIയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആരാണ്? അരുന്ധതി ഭട്ടാചാര്യാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് SBI അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് കുറച്ച് പോയിന്റ്സ് കൂടി നോക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്, അതുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് ബാങ്ക് ഏതാണ്? SBI അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് SBI അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. കൊച്ചിക്കും വൈപ്പിനും ഇടയിൽ 2004 ഇത്തരത്തിലൊരു സംവിധാനം SBI കൊണ്ടുവന്നത്. അപ്പം എന്താണ്? കൊച്ചിക്കും വൈപ്പിനും ഇടയിൽ 2004 ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM SBI സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ ബാങ്കിംഗ് സേവനങ്ങൾ ആവശ്യമുള്ളവരെ, പ്രത്യേകിച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കഴിയുന്നവരെ ലക്ഷ്യമിട്ടിട്ടുള്ളൊരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ഈ ഒഴുകുന്ന ATM സ്ഥാപിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ്? അതും SBI ആണ്. അപ്പം എന്താണ്? ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബാങ്കും ഏത് തന്നെയാണ്? SBI ആണ്. അതുപോലെ ഇസ്രയേലിൽ ശാഖ തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കും ഏതാണ്? SBI ആണ്. അപ്പം എന്താണ്? ഇസ്രയേലിൽ ശാഖ തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കും ഏത് തന്നെയാണ്? SBI ആണ്. അതുപോലെ മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യുവാനുള്ള സൗകര്യം ആരംഭിച്ച ബാങ്ക് ഏതാണ്? SBI ആണ്. വർക്ക് ഫ്രം ഹോം എന്നൊരു സംവിധാനമാണ് SBI വഴി കൊണ്ടുവന്നത്. അപ്പം എന്താണ്? മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ബാങ്കും ഏതാണ്? SBI ആണ്.
SBI ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. അതുപോലെ ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി SBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോനോ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി SBI ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് യോനോ. യോനോയുടെ ഫുൾ ഫോം എന്താണ്? യു ഓൺലി നീഡ് വൺ. എന്താണ്? യു ഓൺലി നീഡ് വൺ എന്ന യോനോ ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി SBI ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ യോനോയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അത് സ്വപ്ന ബർമനാണ്. എന്താണ് യോനോയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അത് സ്വപ്ന ബർമനാണ്. ഇവരൊരു ഹെപ്റ്റാതാലിയൻ താരമാണ്. അതുപോലെ SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സർവീസ് ഏതാണ്? അത് യോനോ ക്യാഷ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാണ് SBI ആരംഭിച്ച കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സർവീസ് എന്ന് പറയുന്നത് ഏതാണ്? യോനോ ക്യാഷ് ആണ്. അതുപോലെ 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സർവീസ് ആരംഭിച്ച ബാങ്കും ഏതാണ്? SBI ആണ്. ഇതാണ് 70 വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സർവീസ് ആരംഭിച്ച ബാങ്കും ഏതാണ്? SBI ആണ്. അതുപോലെ സേവിങ്സ്, ഹ്രസ്വ ലോൺ നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കും ഏതാണ്? SBI ആണ്. അപ്പം എന്താണ്? സേവിങ്സ്, ഹ്രസ്വ ലോൺ നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? SBI ആണ്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക് ഏതാണ്? SBI ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക് ഏതാണ്? SBI ആണ്. അതുപോലെ SBI ആരംഭിച്ച യൂണിഫൈഡ് പേയ്മെന്റ് ടെർമിനൽ ഏതാണ്? യൂണിഫൈഡ് പേയ്മെൻറ്റ് ടെർമിനൽ ഏതാണ്? അത് മോപ്പാഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഫുൾ ഫോം എന്താണ്? മൾട്ടി ഓപ്ഷൻ പേയ്മെൻറ്റ് അക്സെപ്റ്റൻസ് ഡിവൈസ് എന്നാണ്. മൾട്ടി ഓപ്ഷൻ പേയ്മെൻറ്റ് അക്സെപ്റ്റൻസ് ഡിവൈസ് ഓർ മോപ്പാഡ് MOPAD ആണ് SBI ആരംഭിച്ച യൂണിഫൈഡ് പേയ്മെൻറ്റ് ടെർമിനൽ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ഏതാണ്? ജയ്പൂരാണ്. എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂരാണ്. ഇത് സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീറും ജയ്പൂരും ചേർന്നാണ്. ഇതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ജയ്പൂരും ചേർന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിർമ്മിച്ചത്. ഇനി അടുത്തൊരു ടേമാണ് SBI ലയനം. എന്താണ് SBI ലയനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBI ലയിപ്പിച്ചതാണ് SBI ലയനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാണ് 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBI ലയിപ്പിച്ചതാണ് SBI ലയനം എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് നടന്നത് എന്നാണ്? 2017 ഏപ്രിൽ 1-നാണ്. 2017 ഏപ്രിൽ 1-നാണ് SBI ലയനം എന്ന 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBI ലയിപ്പിച്ച പ്രോസസ്സ് നടന്നത്. ഓക്കെ, അപ്പോൾ SBI ലയിപ്പിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. സെക്കൻഡ് വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്. തേർഡ് വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ. ഫോർത്ത് വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല. ഫിഫ്ത്ത് വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ദെൻ സിക്സ്ത് വൺ ഭാരതീയ മഹിളാ ബാങ്ക്. ഏതൊക്കെ ബാങ്കുകളാണ് SBI ലയിപ്പിച്ചത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ദെൻ ഭാരതീയ മഹിളാ ബാങ്ക്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. സോ ഭാരതീയ മഹിളാ ബാങ്കും SBI ലയനത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പൂർണ്ണമായും വനിതകൾ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഭാരതീയ മഹിളാ ബാങ്കാണ്. ന്യൂഡൽഹിയിലാണ് ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നത്. അപ്പം എന്താണ്? ന്യൂഡൽഹിയിലാണ് ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 96ാമത്തെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് ഏതെന്ന് പറയുന്നത്? ഭാരതീയ മഹിളാ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ്? മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 96ാമത്തെ ജന്മദിനത്തിൽ ഉദ്ഘാടനം ചെയ്ത ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. അതെന്നായിരുന്നു? 2013 നവംബർ 19. എന്താണ്? 2013 നവംബർ 19-നാണ് ഭാരതീയ മഹിളാ ബാങ്ക് നിലവിൽ വന്നതെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. സോ ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം എന്താണ്? വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നതാണ് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ മഹിളാ ബാങ്ക് ആരംഭിച്ച 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്താണ്? മഹിളാ ബാങ്ക് ആരംഭിച്ച 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു മുന്നേ 1ഉം 2ഉം സ്ഥാനം ആർക്കൊക്കെയായിരുന്നു? ഒന്ന് പാകിസ്ഥാനും
പിന്നൊന്ന് ടാൻസാനിയയ്ക്കുമാണ്. അപ്പോൾ പാകിസ്ഥാനും ടാൻസാനിയുമാണ് 1ഉം 2ഉം രാജ്യങ്ങൾ എന്തിന് മഹിളാ ബാങ്ക് ആരംഭിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ. അതുപോലെ കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ നിലവിൽ വന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്തെ മണക്കാടാണ്. ഇതാണ് കേരളത്തിൽ മഹിളാ ബാങ്കിൻ്റെ ആദ്യ ശാഖ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ മണക്കാടാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രാഞ്ച് എവിടെയാണ് വന്നത്? അത് മുംബൈയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ബ്രാഞ്ച് മുംബൈയിലും കേരളത്തിൽ തിരുവനന്തപുരത്തെ മണക്കാടുമാണ്. 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്ക് SBI ലയിക്കുകയും ചെയ്തു. ഇതാണ് 2017 ഏപ്രിൽ 1 ഈ ഭാരതീയ മഹിളാ ബാങ്ക് SBI ലയിച്ചത്. സോ ഇത്രയുമാണ് മഹിളാ ബാങ്കിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പോയിന്റാണ് ഇന്ത്യൻ ബാങ്കിങ് മേഖലയിൽ ബിഗ് ഫോർസ് എന്നറിയപ്പെടുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്? SBI, ICICI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദെൻ HDFC. ഏതൊക്കെയാണ് ഇന്ത്യൻ ബാങ്കിങ് മേഖലയിൽ ബിഗ് ഫോർസ് എന്നറിയപ്പെടുന്ന 4 ബാങ്കുകൾ ഏതൊക്കെയാണ്? SBI, ICICI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദെൻ HDFC എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇനി ICICI ബാങ്കിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ICICI ബാങ്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഫുൾ ഫോം എന്താണ്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക്. ഇതാണ് ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്ക് എന്നതാണ് ICICI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ICICI ബാങ്ക്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ICICI. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് ICICI ബാങ്കിന്റെ ആസ്ഥാനം. ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പേരന്റ് കമ്പനി രൂപീകൃതമായത് എന്നാണ്? അത് 1955 എന്നാണ് 1955 ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പേരന്റ് കമ്പനി രൂപീകൃതമായത്. അതുപോലെ ICICI ബാങ്ക് രൂപീകരിച്ച വർഷം എന്നാണ്? അത് 1994. അപ്പം എന്താണ് 1995 ലോക ബാങ്കുമായി ചേർന്നുള്ള ICICIയുടെ പേരന്റ് കമ്പനി രൂപീകൃതമാവുകയും 1994 ICICI ബാങ്ക് രൂപീകരിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ICICIയുടെ ചില പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. ഇന്ത്യയിൽ മൊബൈൽ ATM അവതരിപ്പിച്ച ആദ്യ ബാങ്കും ഏതാണ്? ഈ ICICI ബാങ്കാണ്. അപ്പം എന്താണ് ഇന്ത്യയിൽ മൊബൈൽ ATM അവതരിപ്പിച്ച ആദ്യ ബാങ്ക് ഏതാണ്? ICICI ആണ്. അതുപോലെ ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യത്തെ ബാങ്കും ഏത് തന്നെയാണ്? ICICI ആണ്. 1998 ഇതാണ് 1998 ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് ഏതാണ്? ICICI ആണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി കറന്റ് അക്കൗണ്ട് ആരംഭിക്കുന്നതിന് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്ക് ഏതാണ്? അതും ICICI ആണ്. അപ്പോൾ അതാണ് ഇന്ത്യയിൽ ആദ്യമായി കറന്റ് അക്കൗണ്ട് ആരംഭിക്കുന്നതിനായി ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഫോം ആരംഭിച്ച ബാങ്കും ഏത് തന്നെയാണ്? ICICI ബാങ്കാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ടുകളെ ഉപയോഗിച്ച ബാങ്കും ഏത് തന്നെയാണ്? ICICI ആണ്. അപ്പോൾ അതാണ് ഇന്ത്യയിൽ ആദ്യമായി കറൻസി നോട്ടുകളുടെ സോർട്ടിങ്ങിന് വേണ്ടി റോബോട്ട്സുകളെ ഉപയോഗിച്ച ബാങ്കും ഏത് തന്നെയാണ്? ICICI ആണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി 2 മുതൽ 3 ലക്ഷം രൂപ വരെ കുറഞ്ഞത് 2 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തുന്ന, അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് നടത്തുന്ന വ്യക്തികൾക്ക് 1 വർഷം സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതിനായി FD ഹെൽത്ത് എന്ന പദ്ധതി ആരംഭിച്ച ബാങ്കും ICICI ആണ്. അപ്പം എന്താണ് ഇന്ത്യയിൽ ആദ്യമായി 2 മുതൽ 3 ലക്ഷം രൂപ വരെ കുറഞ്ഞത് 2 വർഷത്തേക്ക് സ്ഥിര നിക്ഷേപം നടത്തുന്ന, അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് 18 മുതൽ 50 വയസ്സ് വരെ ഒരു പ്രായപരിധി പറയുന്നുണ്ട്. 1 വർഷം സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതിനായി FD ഹെൽത്ത് എന്ന പദ്ധതി ആരംഭിച്ച ബാങ്കാണ് ICICI ബാങ്ക്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി വോയിസ് ബേസ്ഡ് ഇന്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ച ബാങ്കും ഏതാണ്? ICICI ആണ്. ഇന്ത്യയിൽ ആദ്യമായി വോയിസ് ബേസ്ഡ് ഇന്റർനാഷണൽ റെമിറ്റൻസ് സർവീസ് ആരംഭിച്ച ആദ്യ ബാങ്കും ICICI ആണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നതും ഏത് ബാങ്കാണ്? ICICI ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ICICI ബാങ്കാണ്. അതുപോലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കും ICICI ബാങ്കാണ്. ഇതാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കും ഏത് തന്നെയാണ്? ICICI ആണ്. നെക്സ്റ്റ് നോക്കാനുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇതാണ് പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്കും ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? അത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. 1ാം സ്ഥാനം ഏത് ബാങ്കിനായിരുന്നു? അത് SBI ആയിരുന്നു. ഓക്കെ, അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്.
ലാലാ ലജ്പത് റായി ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കും ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇതാണ് പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഓക്കെ, പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പം എന്താണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി, അതായത് VRS നടപ്പിലാക്കിയ ബാങ്കും ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതുപോലെ 2019 സെപ്റ്റംബറിൽ പ്രിവെന്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്കും ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അപ്പോൾ കുറേ പോയിന്റ്സ് പറഞ്ഞു. ഏതൊക്കെയാണ്? പൂർണ്ണമായും തദ്ദേശീയമായ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതുപോലെ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കും ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇതിന്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായി ആണ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഈ ഒരു ബാങ്ക് ആരംഭിച്ച മൈക്രോ ഫിനാൻസ് ബ്രാഞ്ച് എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വയം പിരിഞ്ഞുപോകൽ പദ്ധതി അല്ലെങ്കിൽ VRS എന്നറിയപ്പെടുന്ന ഈ പദ്ധതി നടപ്പിലാക്കിയ ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതുപോലെ 2019 സെപ്റ്റംബറിൽ പ്രിവെന്റീവ് വിജിലൻസ് പോർട്ടൽ ആരംഭിച്ച ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദ നെക്സ്റ്റ് വൺ ആണ് നെടുങ്ങാടി ബാങ്ക്. ഏതാണ്? നെടുങ്ങാടി ബാങ്ക് 1899 അപ്പു നെടുങ്ങാടി കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിച്ച ഒരു സ്വകാര്യ ബാങ്കാണ് ഏത്? നെടുങ്ങാടി ബാങ്ക്. എന്നാണ് 1899 അപ്പു നെടുങ്ങാടി കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിച്ച ഒരു സ്വകാര്യ ബാങ്കാണ് എന്തെന്ന് പറയുന്നത്? നെടുങ്ങാടി ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബാങ്കും ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. ഇതാരാണ് സ്ഥാപിച്ചത്? അപ്പു നെടുങ്ങാടി 1899 കോഴിക്കോട് ആസ്ഥാനമായിട്ട് സ്ഥാപിച്ച ഒരു സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ബാങ്കും ഏത് തന്നെയാണ്? നെടുങ്ങാടി ബാങ്ക്. അന്ന് ഗവൺമെൻറ് സ്ഥാപനമായ ഇമ്പീരിയൽ ബാങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1913 നെടുങ്ങാടി ബാങ്കിനെ രജിസ്റ്റർ ചെയ്ത് അപ്പു നെടുങ്ങാടി ബാങ്കിന്റെ ഡയറക്ടർ സ്ഥാനമേൽക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പം എന്നാണ് 1899 അപ്പു നെടുങ്ങാടി കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിച്ച ഒരു സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. സോ ഇതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്. ദക്ഷിണേന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ ബാങ്കും ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്കായിരുന്നു. എന്നാൽ അന്ന് ഒരു ബാങ്ക് നിലവിലുണ്ടായിരുന്നു. ഏതാണ്? ഇന്ന് SBI എന്നറിയപ്പെട്ടിരുന്ന ആ ബാങ്ക് ഏതാണ്? ഇമ്പീരിയൽ ബാങ്ക് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, 2003 പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ നെടുങ്ങാടി ബാങ്കിനെ പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു. 2003 പഞ്ചാബ് നാഷണൽ ബാങ്ക് നെടുങ്ങാടി ബാങ്കിനെ ഏറ്റെടുക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നെടുങ്ങാടി ബാങ്കിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് വൺ ആണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്നാണ്. റീജിയണൽ റൂറൽ ബാങ്കുകൾ, ഗ്രാമീൺ ബാങ്കുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കുകളാണ് ഗ്രാമീൺ ബാങ്കുകൾ. ഇതാണ് ഇന്ത്യയിൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി ആരംഭിച്ച ബാങ്കുകളാണ് നമ്മൾ ഗ്രാമീൺ ബാങ്കുകൾ അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. 1975 ഗ്രാമീൺ ബാങ്കുകൾ രൂപീകരിച്ചത്. 1975 രൂപീകരിച്ച ബാങ്ക് ഏതാണ്? ഗ്രാമീൺ ബാങ്കുകളാണ്. നരസിംഹം കമ്മിറ്റിയാണ് RRBയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ഏതാണ്? നരസിംഹം കമ്മിറ്റിയാണ് RRB ഗ്രാമീൺ ബാങ്കുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976 എന്ന ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. എന്നാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976 എന്ന ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഗ്രാമീൺ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ ഗ്രാമീൺ ബാങ്കുകളുടെ ലക്ഷ്യം എന്താണ്? കൃഷി, വ്യാപാരം, വാണിജ്യം, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ പിന്തുണച്ചുകൊണ്ട് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക. അതുപോലെ ഗ്രാമീണ സമൂഹങ്ങൾക്ക് വായ്പയും മറ്റ് ബാങ്കിങ് സൗകര്യങ്ങളും നൽകുക എന്നതാണ് ഗ്രാമീൺ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ്? കൃഷി, വ്യാപാരം, വാണിജ്യം, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ പിന്തുണച്ചുകൊണ്ട് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക, ഗ്രാമീണ സമൂഹങ്ങൾക്ക് വായ്പയും മറ്റ് ബാങ്കിങ് സൗകര്യങ്ങളും നൽകുക എന്നതാണ് ഗ്രാമീൺ ബാങ്കുകൾ എന്ന റീജിയണൽ റൂറൽ ബാങ്ക്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ ഈ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? ഇതൊരു സംയുക്ത ഉടമസ്ഥാവകാശമാണ് ഈ ബാങ്കിനുള്ളത്. അതായത് ഇന്ത്യ ഗവൺമെൻറ്റിന് 50% ഉടമസ്ഥാവകാശവും ഇതിൻ്റെ സ്പോൺസറിംഗ് ബാങ്കിന് 35%വും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് 15%വുമാണ് ഗ്രാമീൺ ബാങ്കുകളുടെ മേളിലുള്ള ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഗ്രാമീൺ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്? ഒരു സംയുക്ത ഉടമസ്ഥതയിലുള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ് 50%വും സ്പോൺസറിംഗ് ബാങ്ക് 35%വും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ 15%വുമാണ് ഗ്രാമീൺ ബാങ്കുകളുടെ മേളിലുള്ള ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്. അതുപോലെ ഇവയുടെ നിയന്ത്രണവും മേൽനോട്ടം ആരാണ് നിർവഹിക്കുന്നത്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നബാർഡുമാണ്. RBIയും നബാർഡുമാണ്
ആണ് ഗ്രാമീൺ ബാങ്കുകളുടെ നിയന്ത്രണവും മേൽനോട്ടവും നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീൺ ബാങ്കാണ് പ്രഥമ ഗ്രാമീണ ബാങ്ക്. ഉത്തർപ്രദേശിലാണ് ഇത് നിലവിൽ വന്നത്. പിന്നീട് ഇത് UP ഗ്രാമീൺ ബാങ്ക് എന്ന പേരിലോട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, UP ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ബാങ്ക് ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ഏതാണ്? അത് കേരള ഗ്രാമീൺ ബാങ്കാണ്. ഓക്കെ, ഇപ്പം എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കും. പിന്നീട് നമുക്ക് നോക്കാനുള്ള കാര്യം എന്താണ് കേരള ഗ്രാമീൺ ബാങ്ക് എന്നുള്ളത്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പ്രത്യേകത എന്താണ്? 1976 റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പ്രകാരം, ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പ്രകാരമാണ് ഈ ഗ്രാമീണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ 1976 റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് പ്രകാരം കേരളത്തിൽ രൂപം കൊണ്ട 2 ഗ്രാമീണ ബാങ്കുകളായ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിനെയും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിനെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സംസ്ഥാനത്ത് ഒരു ഗ്രാമീണ ബാങ്ക്, ആ പദ്ധതി ഏതാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സംസ്ഥാനത്ത് ഒരു ഗ്രാമീണ ബാങ്ക് എന്ന പദ്ധതി പ്രകാരം ലയനം നടത്തി നിലവിൽ വന്ന ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ കേരളത്തിൽ എത്ര ബാങ്കുകൾ ഉണ്ടായിരുന്നു? എത്ര ഗ്രാമീൺ ബാങ്കുകൾ ഉണ്ടായിരുന്നു? നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും മറ്റൊന്ന് സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്താണ് സംയോജിപ്പിച്ചിട്ടാണ് കേരള ഗ്രാമീൺ ബാങ്ക് 2013 ജൂലൈ 8 നിലവിൽ വന്നത്. 2013 ജൂലൈ 8 കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത്. ഏത് പദ്ധതി പ്രകാരമാണ് കേരള ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സംസ്ഥാനത്ത് ഒരു ഗ്രാമീണ ബാങ്ക് എന്ന പദ്ധതി പ്രകാരമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് മലപ്പുറത്താണ്. ഓക്കെ, അപ്പോൾ മലപ്പുറത്താണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം. അതുപോലെ 2018 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്കാണ് ഇത് കേരള ഗ്രാമീൺ ബാങ്ക്. എന്നാണ് 2018 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീൺ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്കാണ്. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യം എന്താണ്? കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക്. കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് എന്നതാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആപ്തവാക്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രാമീൺ ബാങ്കുകൾക്ക് ഒരു സ്പോൺസർ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക് ഏതാണ്? അത് കാനറ ബാങ്കാണ്. ഏതാണ്? കാനറ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സ്പോൺസർ ബാങ്ക്. ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. എന്നാണ് ഏറ്റവും അധികം ഗ്രാമീൺ ബാങ്കുകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അതുപോലെ ഗ്രാമീൺ ബാങ്കുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അത് സിക്കിമും ഗോവയുമാണ് ഗ്രാമീൺ ബാങ്കുകളില്ലാത്ത സംസ്ഥാനങ്ങളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് കേരള ഗ്രാമീൺ ബാങ്കിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ബാങ്കാണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക്. എന്താണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിൻ്റെ പ്രത്യേകത? സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ 1983 പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ആരംഭിച്ച ഒരു സംരംഭമാണിത് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക്. എന്താണ്? സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകാൻ 1983 പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ആരംഭിച്ചൊരു സംരംഭമാണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ 2006 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും അതുപോലെ പ്രൊഫസർ മുഹമ്മദ് യൂനുസിനും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായല്ലോ. 2006 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും അതുപോലെ പ്രൊഫസർ മുഹമ്മദ് യൂനുസിനുമാണ് ലഭിച്ചിട്ടുള്ളത്. പ്രൊഫസർ മുഹമ്മദ് യൂനുസിനെ അറിയപ്പെടുന്ന ഒരു പേരാണ് പാവങ്ങളുടെ ബാങ്കർ. എന്താണ്? പാവങ്ങളുടെ ബാങ്കർ എന്നാണ് പ്രൊഫസർ മുഹമ്മദ് യൂനുസിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചില ടെക്സ്റ്റുകളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ബാങ്കർ ടു ദ പുവർ, ദ സ്റ്റോറി ഓഫ് ദ ഗ്രാമീൺ ബാങ്ക്. അതാണ് ബാങ്കർ ടു ദ പുവർ, ദ സ്റ്റോറി ഓഫ് ദ ഗ്രാമീൺ ബാങ്ക്. ദെൻ ബിൽഡിംഗ് സോഷ്യൽ ബിസിനസ്, എ വേൾഡ് ഓഫ് ത്രീ സീറോസ്. ഇങ്ങനെ 3 ടെക്സ്റ്റുകളാണ് പ്രധാനമായിട്ടും പ്രൊഫസർ മുഹമ്മദ് യൂനുസിൻ്റെതായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബാങ്കർ ടു ദ പുവർ, ദ സ്റ്റോറി ഓഫ് ദ ഗ്രാമീൺ ബാങ്ക്. ദെൻ സെക്കൻഡ് വൺ ബിൽഡിംഗ് സോഷ്യൽ ബിസിനസ്. തേർഡ് വൺ എ വേൾഡ് ഓഫ് 3 zeros. ഓക്കെ, ഇത്രയും ബാങ്കുകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.